അമ്മിനിക്കൊക്കെ പോയാ? എല്ലാരും എപ്പോഴേ പോയി. അതെ, എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണായിരുന്നു. അല്ല, നീ കൂടി വാ. ഞാൻ ലീവ് കിട്ടുവോ? നീ വരുന്നില്ലേ? കുറച്ച് പണിയുണ്ട്. എന്ത് പണി? അത് ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലേ. അയ്യോ അയ്യോ തീരെ വിളക്കി. ഇനി എന്തായാലും എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല. നിനക്ക് ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ റെസ്റ്റ് എടുത്ത് പറ്റി നടു വിളക്കി. അയ്യോ, അതുകൊണ്ട് ഞാൻ സ്ട്രെച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇവിടെ. നീ പോയിട്ട് വാ, ഞാൻ വന്നാൽ ശരിയാവത്തില്ല എന്തായാലും. ഞാൻ ഇനി ഇങ്ങനെ നടക്കുന്നേ. നീ പോയിട്ട് വാ. പോടാ, അല്ലെങ്കിൽ നീ വരാത്തന്നെ നല്ലത്. പിന്നെ അമ്മ നിക്കൊന്നും ഇല്ല, നീ മാത്രമേ ഉള്ളൂ. തരം പോലെ നിന്നോണം. എന്തെങ്കിലും പ്രശ്നം എനിക്ക് മൂക്കാവണ അടിച്ചു പോയോ? ഇല്ല, ചെയ്തോളൂ, നോക്കിക്കോളാം. വയ്ക്കോ എന്തീ ഫോൺ. എടാ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. അതെ, നീ പോയി ബിയറും എന്തെങ്കിലും ഒരു സാധനം കൂടെ മേടിച്ചോണ്ടോ കേട്ടോ. അവിടെ പോയി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നാ അതെ അനുഭവം വരണ്ട കേട്ടല്ലോ. ശരി, ഇവിടെ ആരും ഇല്ല, ഞങ്ങളതെല്ലാം മേടിച്ചോണ്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ നോക്കിയിരിക്കുവേ. ശരി, ഓക്കെ, ബൈ. ഇവനെയൊക്കെ ഒരു വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ എത്ര നേരമായത്. എല്ലാരും ഇപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു പഞ്ചാരക്കിളിയെ കണ്ടു, വീണ്ടും കണ്ടു. എന്റെ ദൈവമേ, ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്താ ഇവിടെ എന്നെ കാത്തിരിക്കുകയാണോ? നീ എന്താ ഇവിടെ? ചുമ്മാ അളിയനൊക്കെ ഒന്ന് കാണണം തോന്നി. അല്ല, എവിടെ നിങ്ങളുടെ ഗ്രേറ്റ് മദർ ശശികല? അവരെല്ലാവരും കല്യാണത്തിന് പോയി. പോയോ? തന്നെ പോയോ? എന്ത് ബാഗൊക്കെ തന്നെ പോയോ? തന്നെ ഷോപ്പിങ്ങിന് പോയേക്കോ? നിക്കി പോയോ? നിക്കി അമ്മയോടെ കല്യാണത്തിന് പോയ എന്തിനാ? ഇല്ല, എനിക്ക് ചുമ്മാ അളിയനൊന്ന് കാണണം തോന്നി. എനിക്ക് പിന്നെ 2-3 ദിവസം ഹോളിഡേ ആണ്. അതിന് അപ്പൊ ചുമ്മാ ഇവിടെ 2 ദിവസം നിക്കാന്ന് തോന്നി, അത്രേ ഉള്ളൂ. അളിയൻ പേടിക്കണ്ട, നിക്കിയുടെ കാര്യം ഞാൻ വിട്ടു. പോരെ? നിക്കിയുടെ എവിടെ നിക്കാനാന്ന് പറഞ്ഞേ? നിക്കിയുടെ എവിടെ നിക്കാനല്ല, നിങ്ങളുടെ വീട്ടിൽ നിൽക്കാം, നിങ്ങളുടെ കൂടെ. നിക്കിയുടെ കാര്യം ഞാൻ വിട്ടു, ഞങ്ങളുടെ കൂടെ. ആലയം പേടിക്കണ്ട. ഞാനിപ്പോ അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ എന്റെ മറ്റേ ഫ്രണ്ട് ഉണ്ട്, എന്റെ അവനോട് ബൈക്കിൽ കയറി പോവോ. ഞാൻ ഇവിടെ നിൽക്കാം, അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിച്ചോണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ, സമാധാനമായി പോയിട്ട് വാ. ഞാൻ ഒന്ന് ഫ്രഷ് ആവാ, എന്തെങ്കിലും കഴിക്കാം. ഒരു പണിയില്ല ഇവിടെ? ഇല്ല അളി, അതുകൊണ്ടല്ലേ വന്ന് 2 ദിവസം അളിയൻ്റെ കൂടെ ജില്ലാവാൻ. അപ്പൊ നിന്റെ അമേരിക്ക പ്രോജക്റ്റ് ഒക്കെ എന്താ അളിയ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഒന്ന് ചില്ലായിട്ട് നിന്നേ. അമേരിക്കൻ പ്രോജക്റ്റ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇയാളൊന്ന് പോടെ, വീട്ടിൽ പോന്നി. ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഇവിടെ ആരും ഇല്ല, ഞങ്ങളിപ്പോ പുറത്തു പോവാ. ജിമ്മിനൊക്കെ പോയി കുറച്ച് മസിൽ വന്നപ്പോ അളിയാ വാ, നമുക്ക് പോവാ. നമുക്കാ? എങ്ങോട്ട്? വീട്ടിക്ക്. എന്തിന്? കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ടിനെ വെട്ടിയിരിക്കും, അതിപ്പോ വരും, അവനോട് പോണോ എനിക്ക്? എന്നാ ഞാനും വന്നല്ലോ, ട്രിപ്പിൾ വെച്ച് പോയാലോ? എന്തൊരു ശല്യം. ബാഗ് വെച്ചിട്ട് വേഗം വരാം. വെച്ചിട്ട് വാ, പോ. ശരിക്കും പോ. ഒരു വഴിക്കവനെയൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇനി അവനെ കിട്ടിയെടുത്തോണ്ട് അവനെ എങ്ങനെ ഒഴിവാക്കും? വന്നാലും എപ്പൊ പോയതാ? ഇതൊക്കെ എപ്പോഴേ അടിച്ചിട്ട് വരും. എവിടെ തിരക്കായിരുന്നടാ. ഒരു പ്രശ്നമുണ്ട്, തന്നെയുടെ കസിൻ എടുത്തിട്ടുണ്ട്. മറ്റേ അവനില്ലേ, അവൻ വന്ന് ചാടിയിട്ടുണ്ട് ഇവിടെ. നീ എത്ര മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക? പെട്ടെന്ന് വന്നാൽ നമുക്ക്. അവനും കൂടി ഉള്ള കുപ്പി ഇല്ല, നമുക്ക് 2 പേർക്കും മാത്രമേ. ഇവിടെ ഈ നാശം പിടിച്ചവനെ ഉണ്ടല്ലോ, ശല്യം അവനെ കൊണ്ട്. ഈ വള്ളി ഇപ്പൊ എവിടെ വന്നേ? ഒരു 10 മിനിറ്റ് അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. കയറ്റി വിട്ടാലേ കയറി പോയതാവൻ. പണ്ടാരം ഒന്നാമത് ഇപ്പൊ ആരും ഇല്ലായിരുന്നു. അമ്മയെ എല്ലാരും കൂടെ പോയ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വെച്ചാൽ ഉടനെ ഓരോ വള്ളികൾ കയറി വന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് അടിച്ചിട്ട് എനിക്ക് അടിക്കാൻ മുട്ടിക്കുമായിരുന്നു. ഇനിയിപ്പോ എന്തോ ഇതെല്ലാം അവൻ കുടിച്ചു കയറി അങ്ങോട്ട് കൊണ്ട് ചെന്നാല് അവന്റെ ഒരു എനിക്കിനി വയ്യ പോയി ക്യൂലൊന്നും നിൽക്കാൻ. അവന് കൊടുക്കാൻ ഇവിടെ ഒന്നും ഇല്ല, നമുക്കുള്ളതേ ഉള്ളൂ. വേറെ സ്ഥലം വല്ല ഉണ്ടാവും? വേറെ സ്ഥലം എവിടെ പോകാനേ? എനിക്കൊന്നും വയ്യ, വല്ല കൂട്ടുകാരെല്ലാം അവിടെ ഇടയ്ക്ക് പോയിരിക്കാൻ. ഇവനെ എങ്ങനെയല്ലെന്ന് ഒഴിവാക്കിയാലും. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് അവനെ കൊണ്ടേ അവനൊരു പെഗ് കൊടുത്തിട്ടേ അവനോട് ഷെയർ വേണം മേടിക്കാൻ. എന്നിട്ട് അവന്റെ ഒരു വീഡിയോ എടുത്ത് അവക്കം അയച്ചു കൊടുക്കുക. അവക്കാണെങ്കിൽ ഇവനെ വലിയ കാര്യമോ. ഒരു പെഗിലേക്ക് വീഡിയോ ഇടവേ, ഇച്ചിരി വല്ല കുരുടാനും കലക്കാൻ കൊടുത്താൽ മതി, ബാക്കി നോക്കാം. ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അങ്ങ് തീരുമല്ലോ. അവൻ ബാഗൊക്കെ ആയിട്ട് വന്നേക്കാം 3 ദിവസം നിൽക്കാനായിട്ട്. അതെ, ഉള്ളതെല്ലാം കൂടെ പുറത്തോട്ട് എടുക്കണ്ട, ഏതെങ്കിലും ഒരു സാധനം എടുത്താൽ മതി. ബാഗ് എടുത്ത് വെളിയിലാണ് വെച്ചിട്ട് ഈ സാധനം മാത്രം എടുത്ത് അകത്ത് വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ കയറാം. ഇവിടെ ചവിട്ടി കയറാം അങ്ങോട്ട്. വീടിന് പുറകോട്ട് എടുത്താൽ മതി കേട്ടോ, ഫ്രണ്ടോട്ട് എടുക്കണ്ട. ആ കാലം മാറണമുണ്ടല്ലേ. ചക്കച്ചാനന്ദ ചക്ക നിന്നെ ഞാൻ വീഴ്ത്തും. കൊണ്ട്
ആ അണ്ണാനെ എന്റെ ചക്ക എടുക്കുന്നോടാ അണ്ണാനെ. എന്റെ ചക്ക തിന്നുന്നോടാ അണ്ണാനെ. മനസ്സിലായോ? നല്ല രസമുണ്ടല്ലേ, ഫുള്ളൊരു നല്ല വെതർ, നല്ല കാറ്റ്, നല്ല കൊതു. ആ കൊതുണ്ട് നന്നായിട്ടുണ്ട്. എന്താ മൂഡ് എങ്ങനെയുണ്ട്? മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല ചക്ക മൂട്. ചക്കയ്ക്ക് ഉന്നം പിടിക്കായിരുന്നു. എങ്ങനെ കഴിക്കോ? ഞാൻ കഴിച്ചു. അതല്ല. അടുക്കള കുറച്ചുണ്ടായിരുന്നു, അടുത്ത് കഴിച്ചു. അടിക്കുമെന്ന് ഇല്ല ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് ഇല്ല അറിയത്. നമുക്കടിക്കാം. അല്ല ഞങ്ങള് ഈ ഒരു വെതറൊക്കെ കണ്ടിട്ടേ 2 കഴിച്ചാലോ എന്നൊക്കെ ഉള്ളൊരു പ്ലാനാ. ഈ അയ്യത്തൊക്കെ ഇരുന്നിട്ട് ചക്കയൊക്കെ കൂട്ടി. നല്ല ചക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാ ടച്ചിങ്സ് ഒക്കെ ഉപ്പും മുളക് ഇട്ട്. ചക്ക കിടില. ഏതാ സാധനം? കൂഴച്ചക്ക. അയ്യേ ചക്കൻ്റെ അല്ല. പിന്നെ എന്തൊരു മറ്റേത് ബ്രാൻഡ് ഇപ്പൊ ഏതാണെങ്കിലും തലക്ക് പിടിച്ചാ പോരെ. അപ്പം നിങ്ങളോട് ഞങ്ങളോട് ജോയിൻ ചെയ്യാം. ഞാനിപ്പോ കുറച്ചായി. ആരുമില്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്ന് ആഘോഷിക്കാം. അല്ല അങ്ങനല്ല, ഞാൻ അടിച്ചാ ശരിയാവില്ല. നിങ്ങളുടെ ആ വൈബ് മൂക്കാണ്ട് അതേ വൈബ് പോയി. മൂക്കോ? അല്ല അങ്ങനല്ല, ഞാൻ അടിക്കാം, പക്ഷേ ശരിയാവില്ല. നിങ്ങൾ ചിലപ്പോ താങ്ങില്ല, ശരിയല്ല. അത് കുഴപ്പമില്ല. നമ്മൾ വല്ലപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയരുത്. നമ്മൾ കഴിക്കുന്നു ഒരുമിച്ച്. ഞാൻ പറയുന്നു ഇപ്പോഴും ഇല്ല, പ്രശ്നമില്ല. എന്തായാലും ബുദ്ധിമുട്ടായി. ഇനി അതിന്റെ കൂടെ ചെറിയ ബുദ്ധിമുട്ടുകൂടെ സഹിക്കാൻ നമ്മൾ റെഡിയാണ്. ഓ അങ്ങനെ അല്ലേ? കുഴപ്പമില്ല. അല്ലേടാ കുറച്ചുകൂടി പത ഇഷ്ടമല്ലേ? നല്ല കട്ടിയാലോ. അടിക്കേ. നിങ്ങൾ അടിക്കുന്നില്ലേ? ഞങ്ങൾ അടിക്കാം. എല്ലാരും കൂടി ഒരു ചേസൊക്കെ അടിച്ച് നമ്മളെ ഈ ലോക്കലൊക്കെ അടിച്ച് ശീലമുള്ളവരാ. അപ്പം നിങ്ങൾ ഇപ്പൊ അടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ മൂട്. അല്ല ബ്രോ എന്താ ഇരിക്കുന്നില്ലേ? ഓഹോ. അപ്പൊ ചേസ്. കുഴപ്പമില്ല, ഒന്നുകൂടി നോക്കട്ടെ. അമേരിക്കൻ സാധനം അല്ല കേട്ടോ, നാടൻ സാധനം. കേരളത്തിൽ ഉണ്ടാക്കുന്ന കുന്നോളം. അറിയാം. അമേരിക്ക അടിപൊളിയാ, പക്ഷെ ഇത് അതിലും അടിപൊളിയാ. അടിച്ചു നോക്ക്, നല്ല അടിപൊളിയാ. സമയണ്ടല്ലോ അടിക്കാം. ഒന്നുകൂടി അടിക്കാം. വേറൊന്നുമില്ലേ തിന്നാൻ? ഇതാകുമ്പോ എനിക്ക് ആരും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ലല്ലേ? ഒന്നുകൂടി അടിക്കാം. എന്തോ കുടിയല്ലേ? നീ എന്താടാ വിചാരിച്ചു? നിനക്ക് എന്തറിയാടാ? എന്ത്? നീ എന്തിന്റെ കൂട്ടാന്റെ ജീവിതം തുളച്ചടാ? ഞാനാ പോലും. കുഴപ്പമില്ല. നിനക്ക് അജുവിനറിയോ? രാജു? അജു ചങ്കർതാ, ചങ്ക്. ചങ്ക? നിനക്ക് ഈ തന്നെയാണ് ശരിക്കറിയോ? നിനക്കറിയോ? അറിയില്ല. നിന്നെ കിട്ടുന്നതിന് മുന്നേ അജു നിന്റെ ചങ്ക്, അവന്റെ അമ്മയിൽ ലവ്. നീ എവിടെ മരത്തലയാ? നിനക്കറിയോ അത്? ഇല്ല. അവനെ ചതിച്ചു, എന്നെ ചതിച്ചു. എന്നിട്ടാണ് ഈ മാങ്ങണ്ടി മൂറ് പോലുള്ള നിന്റെ അടുത്ത് വന്നത്. നീ അവളെ എന്ത് കാണിച്ചാടാ വീഴ്ത്തിയെ? അതെന്റെ കഴിവാടാ. നിന്റെ എന്ത് കഴിവ് പറടാ? നിനക്ക് എന്ത് കഴിവാണുള്ളത്? നിനക്കല്ലേ കഴിവുണ്ടാ? എന്നിട്ട് എന്താ? അവനിപ്പോ എന്തൊക്കെയോ അടിച്ചും വലിച്ചും എവിടേക്കോ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എടാ നാറി, ഞാനിവിടെ വന്നിട്ട് നിന്റെ അനിയത്തിയോട് ഇഷ്ടമായതാ നിന്റെ വിചാരം? നിന്റെ അനിയത്തി ഒലക്ക. എന്റെ ചെക്കനെ അവള് ചതിച്ചു, നിന്റെ തന്നെയാ. മനസ്സിലായ? അപ്പൊ നിന്റെ അനിയത്തിനെ ചതിക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. അവളെയും ഞാൻ വഞ്ചിക്കും. എന്താടാ നിനക്കെല്ലാം പറയാനോ? നിനക്കെല്ലാം പറയാനുണ്ടോ? ഇല്ല. പറഞ്ഞ ഇനി മേല ഒന്നുമില്ല. പക്ഷെ ഇനി മേലെ ഞങ്ങളുടെ നേരെ വന്നാ മനസ്സിലായോ? എന്തെന്ന് അവളുടെ പേര്? നിന്റെ അനിയത്തിരെ നക്കിയോ? നിക്കി. അവളോട് പറഞ്ഞില്ലേ, അവളെയും കെട്ടി അവളെയും ഞാൻ വഞ്ചിക്കുന്നു. എന്റെ ചെക്കനെ വഞ്ചിച്ച പോലെ അവളെയും ഞാൻ വഞ്ചിക്കും. കേട്ടാ? പറച്ചല്ല ഓർത്തേച്ചോ ഈ മുഖം നീയും എന്നോടാ കളി. എന്തൊക്കെയാണേ പറയുന്നത്? ഈ കാര്യമൊക്കെ ഒന്നും വേണ്ട, അത് വെറുതെ പറയുന്നതായിരിക്കും. പുറത്ത് പറയുന്നല്ലേ. അവള് ചെയ്യത്തില്ല എന്നോട്. അങ്ങനെ വരുമോ? എങ്ങാനും വെള്ളം അടിച്ചില്ലടാ, ആദ്യമായിട്ട് അടിക്കുന്നതിന്റെ അങ്ങനെയൊക്കെ വരൂ. ആരാദ്യമായിട്ട് അടിച്ചു? ഇവനാ? കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. അങ്ങനല്ലേ പറഞ്ഞേ. സമാധാനത്തിന് ഒട്ടിച്ചപ്പം ആകെ ഉള്ളതും കൂടെ പോയല്ലോ. ആ മൂഡ് മൊത്തം പോയി.